السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഈ കരിങ്കല്ലിൽ പതിഞ്ഞിരിക്കുന്ന കാൽപാദത്തിനും ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. കാൽപാദമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കുഴി പതിഞ്ഞ ഒരു പാറ. ഈ പാറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, നൂറ്റാണ്ടുകൾക്കപ്പുറം. ഈ കഥാചരിത്രം എന്ന് പറഞ്ഞത് ഒരു നൂറ്റാണ്ട് അപ്പുറത്തുള്ള ചില കഥകൾ, ചില ചരിത്രങ്ങൾ നമ്മുടെ കാരണവന്മാർ, പിതാമഹന്മാരൊക്കെ പറയുന്നത് കേട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച. അപ്പോൾ ഈ കാണുന്ന കാൽപാദങ്ങൾ അത് പാറയാണ്. ഈ പാറയ്ക്ക് ഒരു ചരിത്രം, കഥയുണ്ട്. അതാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഒരു നൂറ്റാണ്ടുകൾ അപ്പുറം എന്ന് നമ്മൾക്ക് പറയാം. ആ കാലഘട്ടത്തിൽ ഇതുപോലെ മസ്ജിദുകൾ, പള്ളികൾ, അതുപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങൾ ഒന്നുമില്ല. ഒരുപാട് ദൂരത്തേക്ക് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഒരു മസ്ജിദ് കാണുക. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് അവരുടെ നിസ്കാരത്തിനും പ്രാർത്ഥനക്കും അതുപോലെ ചെറിയ ചെറിയ മജ്‌ലിസുകൾക്കും ഉപയോഗപ്പെടുത്തിയിരുന്നത് പാറകളും അതുപോലെ തന്നെ മറ്റ് മനോഹരമായ മൈതാനികളുമാണ് കണ്ടുപിടിച്ചിരുന്നത്, അവര് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ആ കാലഘട്ടത്തിൽ പള്ളി ഇന്നെ സംബന്ധിച്ച്, നമ്മുടെ നാട്ടിലെ പുല്ലഞ്ചേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 6 മസ്ജിദ് ഉണ്ട്. അന്ന് ഒരു മസ്ജിദ് പോലും ഇല്ലാത്ത കാലഘട്ടമാണ്. തൊട്ടടുത്ത മഹല്ല് പുള്ളിരങ്ങാടി, ആ ഒരു പള്ളി മാത്രം. അതുപോലെ തന്നെ പയ്യനാട് വലിയ പള്ളി, ഇത് മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടത്തിലൊക്കെ ജനങ്ങൾ തറാവി നിസ്കരിക്കാനും അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ചില പാറകളും അതുപോലെ തന്നെ ചില മനോഹരമായ മൈതാനുകളും ഒക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണെന്ന്, ഇന്നത്തെ രീതിയിൽ ആധുനികമായ വൈദ്യശാസ്ത്രമൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം, ഒരു അവസരം ആ കാലഘട്ടത്തിൽ സംജാതമായി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വസൂരി, കോളറ, അതുപോലെ തന്നെ പ്ലേഗ്, തലമത്തട്ട് എന്നൊക്കെ പറയുന്ന പഴയ പേരുകളാണ് അതൊക്കെ ജനങ്ങളെ പിടിപെട്ടു. അങ്ങനെ ജനങ്ങളെ പിടിപെട്ടു തന്നെയല്ല, ജനങ്ങളുമായി സ്വന്തക്കാര്, കൂട്ടക്കാര്, കുടുംബക്കാര് സമ്പർക്കമില്ല. അതുപോലെ തന്നെ ഒരാളങ്ങോട്ട് കാണാനും പോകാനും പാടില്ല. ഈ രോഗം വസൂരി, അതുപോലെ തന്നെ ഈ പ്ലേഗ് പോലത്തെ പകർച്ചവ്യാധി രോഗം പിടിപെട്ടാൽ അവർ അതിൽ മരിക്കലാണ്. പക്ഷെ ഇത് ഉണ്ടായ ആളുകൾ അവരെ ചെന്ന് പരിപാലിക്കും, ശുശ്രൂഷിക്കുകയും ചെയ്യും എന്നായിരുന്നു അതിൻ്റെ ഞാൻ പറഞ്ഞു കേട്ടിരുന്നത് കേട്ടോ. അങ്ങനത്തെ ആളുകൾ മാത്രമേ അങ്ങോട്ട് ചെല്ലുകയുള്ളൂ, അല്ലാത്തവരാരുമില്ല. പിന്നെ മരിച്ചതിന് ശേഷം അവർ നമ്മളെ ഈ കൊറോണയിലെ പ്രോട്ടോകോൾ അനുസരിച്ചൊക്കെ മറവ് ചെയ്തിരുന്ന രീതിയിലൊക്കെയാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ മറവ് ചെയ്തത്. ഇങ്ങനെ ജനങ്ങൾ ഈ പ്ലേഗ് അതുപോലെ തന്നെ വസൂരിയൊക്കെ പിടിച്ച് മനുഷ്യനങ്ങനെ മരിച്ചൊടുങ്ങാൻ തുടങ്ങി. അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട ഒരു സയ്യിദ്, ആളെ പേര് എനിക്കറിയില്ല, ഇന്ന് അങ്ങാടിപ്പുറത്തുള്ള ഒരു തങ്ങളാണ്, ഒരു സയ്യിദാണ് ഇവിടെ വന്നത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അദ്ദേഹം ഈ പുല്ലഞ്ചേരിയുടെ നാനാഭാഗങ്ങളിലൂടെ ചുറ്റിത്തിരിഞ്ഞിട്ട് ഈ കാണുന്ന പാറയിൽ ഒരു കൊടി നാട്ടിയിട്ട് അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ അവിടുന്ന് പറഞ്ഞിരുന്നത് ആ പാറയ്ക്ക് പേര് തങ്ങൾ കൊടി കുത്തിയ സ്ഥലം എന്നായിരുന്നു. അവിടെ 2 പാറ ഉണ്ട്. അതിലൊരു പാറ ഈ തങ്ങൾ കൊടി കുത്തിയ സ്ഥലം. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ചെറിയ ഒരു തടാകം, അതുപോലെ തന്നെ കാൽപാദം എന്ന് തോന്നിക്കുന്ന ഒരു കുഴി. അത് വിചാരിച്ചിട്ട് ആരും അവിടെ ചെന്ന് ദ്വാരക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലമാണ്, അത് ദ്വാരക്കാൻ വേണ്ടി അവിടേക്ക് പോവുക, അതൊന്നും അതിനർത്ഥമല്ല കേട്ടോ. ഞാൻ കണ്ടത് ഞാൻ പറയാതെ കാൽപാദം പോലെ തോന്നുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് മാത്രം. വിചാരിച്ച് അങ്ങോട്ട് പോയിട്ട് കയറി. പക്ഷെ ഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ ദ്വാരക്ക് ഇജാബത്തുള്ളതുണ്ട്, അള്ളാഹുവിന്റെ അദാബിറങ്ങിയ സ്ഥലവുമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖമറച്ചു പോയതും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങി അവിടുന്ന് കുറച്ച് വഴി എണീറ്റപ്പോൾ അവിടുന്ന് പോകണമെന്ന് പറഞ്ഞു പോയതും
ഇതൊക്കെ ചില സ്ഥലങ്ങളിൽ ഭൂമിയിൽ അങ്ങനെ ചില സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ, അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലമുണ്ട്. അതിൽ പെട്ടതാണ് മസ്ജിദ്. നിൽക്കുന്ന സ്ഥലം നിൽക്കുന്ന മസ്ജിദുകളൊക്കെ അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇജാബത്ത് ഉണ്ട് ഇല്ല നമ്മൾ പറയില്ല. അത് വിചാരിച്ച് നമ്മൾ ആരും ഓടി പോകണ്ട. ഇത് ഞാൻ കണ്ട കാര്യം പറഞ്ഞു എന്ന് മാത്രമാണ്. അങ്ങനെ തങ്ങൾ കൊടുകുത്തിയ സ്ഥലം എന്നാൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പാറ നിങ്ങൾ നോക്കുക, ഈ പാറ ഇങ്ങനെ അവിടെ തടാകം കാണാം. അതിൻ്റെ അപ്പുറത്ത് കാൽപാദം പോലെ തോന്നിപ്പിക്കുന്ന ഒരു കുഴിയും കാണാം. അതിൻ്റെ മേലെ വെച്ചിട്ടുള്ള അദ്ദേഹം ആ കൊടി നാട്ടി ഉയർത്തി അദ്ദേഹം ദുആ ചെയ്തത് എന്ന അതോടുകൂടെ ഈ നാട്ടിൽ നിന്ന് അത് ക്രമേണ മാഞ്ഞു പോയി എന്നുള്ളതാണ് പറമക്കാർ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് വേറൊരു പാറയുണ്ട്. ആ പാറയിലുള്ള ഒരു ഇതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഈ കാലികളൊക്കെ ജീവൻ പോകുന്ന എന്ന് പറഞ്ഞാൽ വെറുതെ ചത്തു ഒതുങ്ങുന്ന ഒരു അവസരം സംജാതമായപ്പോൾ ബഹുമാനപ്പെട്ട ഇതുപോലെ തന്നെ പന്തല്ലൂരിലുള്ള അദ്ദേഹത്തിൻ്റെ പേര് സയ്യിദ് എന്നാണ് തോന്നുന്നത്, അദ്ദേഹം വന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് ഒരു കൂട്ടുവാങ്ക് കൊടുക്കാനും അവിടെ വെച്ചുകൊണ്ട് ചില മൗലിദുകളൊക്കെ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നും ചില അത് നടത്തി പോരുന്നുണ്ട്. ചില ആളുകളൊക്കെ നടത്തി പോരാറുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അത് വിചാരിച്ചിട്ട് നീ അവിടെ നല്ല ഇജാബത്ത് കിട്ടുന്ന സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞുണ്ടാക്കേണ്ട കേട്ടോ. ആ പുല്ലഞ്ചേരിയുടെ നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള ഒരു കഥ ചരിത്രം എൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ ഞാനത് പറഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി ഈ പാറ കണ്ടോ, ഇതിങ്ങനെ കണ്ടോ, ഇവിടെ ഒരു തടാകം കാണാവുന്നതാണ്. അതിനപ്പുറത്ത് നമ്മൾ കാൽപ്പാട് പോലെ കാണുന്ന ഒരു കുഴിയും കാണാം. അതിന് പുറത്തൊക്കെ അങ്ങനെ മനോഹരമായ ഒരു പാറയാണ് ഈ പാറ. അങ്ങനെ അവിടെ അതിന് അവിടുത്തെ പേര് പറഞ്ഞിരുന്നു പഴമക്കാര് തങ്ങൾ കൊടി കുത്തിയ സ്ഥലമാണ്. അവിടെ ഞങ്ങൾ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഈ പാറയിലൊക്കെ എള്ള് അതുപോലെ തന്നെ മുദ്ര ഇതൊക്കെ ഉണക്കാനിട്ട് അവിടുന്ന് ഉണക്കി മെതിച്ച് കൊണ്ടുപോകുന്ന സ്ഥലമായിരുന്നു അത്. അതുകൊണ്ടാണ് തങ്ങൾ കൊടി കുത്തിയ സ്ഥലത്തേക്ക് അവിടെയാണ് ഞങ്ങൾ ഇത് ഇട്ടിട്ടുള്ളത് എന്നുള്ള ആ ഒരു നാമത്താൽ അത് അറിയപ്പെട്ട സ്ഥലമാണ്. ഇപ്പം ആണെങ്കിൽ അത് ഒരു ഇതക്കാർക്കും ആർക്കും അറിയില്ല. നമ്മളെ കുഞ്ഞാരാജിനെ പോലത്തെ ആൾക്കാർക്ക്, കൊല്ലഞ്ചേരിയുള്ള കുഞ്ഞാരാജിനെ പോലത്തെ ആൾക്കാർക്ക് ഇതിനെ സംബന്ധിച്ച് അറിയാവുന്നതാണ്. അല്ലാതെ ആൾക്കാർക്കും ആ ചരിത്രങ്ങളൊന്നും വേണമെങ്കിൽ അത്ര ഓർമ്മ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളെ ഇതിനും ഒരു കഥയുണ്ട് എന്ന് പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ ജനങ്ങൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന അത്രയും ദൂരങ്ങളൊന്നും പള്ളിയിൽ പോകാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമി നമുക്ക് മസ്ജിദാക്കപ്പെടുകയും അതിലുള്ള മണ്ണ് നമ്മൾക്ക് ശുദ്ധീകരിക്കാൻ പറ്റിയതാക്കി തരികയും ചെയ്തു എന്നുള്ള തത്വം അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നത് പാറക്കല്ല്, പാറ, മറ്റ് ഗ്രൗണ്ടുകൾ, മൈതാനങ്ങളൊക്കെ ആയിരുന്നു. സ്വന്തം വീട്ടിലൊക്കെ ആയിരുന്നു നിസ്കരിച്ചിരുന്നത്. അതുപോലെ തന്നെ ചെറിയ കുളിൽ കെട്ടിക്കൊണ്ടായിരുന്നു കുറെ ആളുകൾ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു, മനസ്സിലാക്കിയിരുന്നതൊക്കെ ആ കാലഘട്ടത്തിലാണത്. ഇന്ന് സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് ഒരുപാട് വയസ്സുണ്ടായി. 85, 90, 100 വയസ്സ് വരെ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ പള്ളിയിൽ പോയി നോക്കിയാൽ ഒന്നാമത്തെ സോഫിൽ കാണാം നല്ല താടി നീട്ടിരിക്കുന്ന ഒരുപാട് കാരണന്മാരിങ്ങനെ നീണ്ടി നിലയിലിരിക്കുന്നത് കാണാം. ജനങ്ങൾക്ക് ആയുസ്സും വളരെ കുറഞ്ഞു. പക്ഷെ അന്ന് ജനങ്ങൾ നന്നായി സുഖമായി സുന്ദരമായി ടെൻഷനില്ലാതെ ആഹ്ലാദത്തോടെ നല്ല നിലയിൽ നല്ല അങ്ങും ഇങ്ങും സൗഹാർദ്ദത്തോടുകൂടെ സമത്വത്തോടുകൂടെ ജീവിച്ച അവരുടെ ജീവിതം വളരെ ആനന്ദകരമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പക്ഷെ ഒന്നിനെയും നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇങ്ങനത്തെ മഹാന്മാരൊക്കെ മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ പാത പിൻപറ്റി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇന്നും നമ്മൾക്ക് ഒരുപാട് രക്ഷയും ഗുണങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ ആളുകൾ ജീവിച്ചിരുന്നത് അവര്
മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ നിലക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞ റബ്ബുൽ ഇസ്സത്തിന്റെ ദർബാറിലേക്ക് ഉയർത്തി അള്ളാഹു തആല പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് പ്രേമം, വസൂലും, തലമത്തട്ട്, കോളറ എന്നൊക്കെ പറയുന്ന രോഗങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടുന്ന് ഉയർത്തി. ഇന്ന് എല്ലാ നിലക്കുള്ള ആധുനിക വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യന് ഒരു രോഗം പിടിപെട്ടാൽ അതോടുകൂടെ എന്തായി? ആ മനുഷ്യന്റെ അവസാനമായി. അങ്ങനെയാണല്ലോ. എല്ലാം ഉണ്ട് നമ്മൾക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കട്ടെ. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഞാനിത് പറഞ്ഞത് അവിടെ ദ്വാരകയാവത്തുള്ള സ്ഥലമാണ് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് അത് നോക്കണം. പക്ഷെ പരിശോധിച്ചാൽ ആർക്കും കാണാവുന്നതാണ്. അതവിടെ അങ്ങനത്തെ കഥ ചരിത്രം ഇവിടെ ഇതിനുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.